കൊല്ലത്ത് തീർത്ഥാടകർ സഞ്ചരിച്ച കാറും കെ.എസ്.ആർ.ടി.സി ബസ്സും കൂട്ടിയിടിച്ച് 2 മരണം. കൊല്ലം നിലമേൽ വാഴോടാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരം പൂജപ്പുര സ്വദേശികളായ ബിച്ചു ചന്ദ്രൻ, സതീഷ് എന്നിവരാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന കുട്ടിയുടെ നില ഗുരുതരം. ശബരിമല ദർശനം കഴിഞ്ഞ് തിരികെ മടങ്ങിയ ഭക്തരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, എപ്പോഴായിരുന്നു ഈ ഒരു ദാരുണമായ സംഭവം? മനോജ്, കേൾക്കാമോ? എപ്പോഴായിരുന്നു ഈ ഒരു ദാരുണമായ സംഭവം? രാത്രിയോടുകൂടിയായിരുന്നു. ഈ വാഴോട് വെച്ചിട്ടാണ് അയ്യപ്പ ഭക്തരെയും അതോടൊപ്പം തന്നെ ഈ കെ.എസ്.ആർ.ടി.സി ബസ്സും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് ഇത്തരത്തിലൊരു അപകടമുണ്ടാകുന്നത്. 2 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തിരുവനന്തപുരം പൂജപ്പുര സ്വദേശികളായിട്ടുള്ള ബിച്ചു ചന്ദ്രൻ, സതീഷ് എന്നിവരാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന 7 വയസ്സുകാരൻ ദേവപ്രയാഗിന്റെ നില അതീവ ഗുരുതരമാണ്. ഈ ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നവർ സഞ്ചരിച്ചിരുന്ന ഈ കാറും അതോടൊപ്പം തന്നെ കൊട്ടാരക്കര ഭാഗത്തേക്ക് പോയ കെ.എസ്.ആർ.ടി.സി ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഈ അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഫയർഫോഴ്സ് സംഘം എത്തിയാണ് കാർ വെട്ടിപ്പൊളിച്ച് ഒരാളെ പുറത്തെടുത്തത്. 3 പേരെയും വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 2 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ചടയമംഗലം പോലീസ്, ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് ഈ കാറൊക്കെ പിന്നീട് റോഡിൽ നിന്ന് മാറ്റുന്നത്. എന്തായാലും ഗതാഗത നടത്തം തടസ്സപ്പെട്ടു. അതോടൊപ്പം തന്നെ ദാരുണമായിട്ടുള്ള സംഭവം 2 മരണമാണ്. ഈ അയ്യപ്പ ഭക്തരാണ് മരിച്ചിരിക്കുന്നത്. ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിലാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ അപകട മരണം സംഭവിച്ചിരിക്കുന്നത്. കുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.